അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 5 ഞായറാഴ്ച രാവിലെ 9 മണി. കറൻ്റ്ലി ഞാനിപ്പോൾ നിൽക്കുന്നത് എന്താ പറയുക, ടാഷ്കണ്ടിലാണ്. ടാഷ്കണ്ടിൽ കണോസ്കർ മെട്രോയുടെ മുമ്പിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആക്ച്വലി പ്ലാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോയുടെ മറ്റ് 2 ലൈനുകൾ കൂടി എക്സ്പ്ലോർ ചെയ്യണം. നമ്മളിപ്പോൾ രാവിലെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ചിൽനോസർ ലൈനാണ്, റെഡ് ലൈൻ. ഏകദേശം 17 സ്റ്റേഷൻസ് അതിലുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേഷൻ നമ്മൾ കവർ ചെയ്യും. അതിനുശേഷം നമ്മൾ ഗ്രീൻ ലൈനിലേക്ക് കയറും. ഗ്രീൻ ലൈനിലേക്ക് കയറിയിട്ട് നമ്മൾ ടാഷ്കണ്ട് TV ടവറും അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ബെഷ്വാൻ പുലാവും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി കാഴ്ചകളും സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാനുണ്ട്. രാവിലെ തൊട്ടല്ല, ആക്ച്വലി ഇന്നലെ വൈകുന്നേരം തൊട്ട് മഴയാണ് കേട്ടോ. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫുള്ള് മഴ പെയ്തിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഇത് എന്താ പറയുക, കോസ്മോനെറ്റർ മെട്രോയുടെ ഒരു 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 അതിൻ്റെ ഒരു എന്താ പറയുക, മോൺമെൻറ്റ് കണക്കുള്ളൊരു സംഭവമാണ്. അടുത്ത മഴ പെയ്യുന്നുണ്ട്. മഴയ്ക്ക് മുമ്പ് ഞാൻ പെട്ടെന്ന് മെട്രോയ്ക്കകത്ത് കയറട്ടെ. അപ്പോൾ മെട്രോയൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ കയറി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പം കോസ്മോനെറ്റർ മെട്രോയിൽ കയറിയിട്ട് അലിഷ നവോയി മെട്രോയിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ഈ പറയുന്ന റെഡ് ലൈനിലേക്ക് അഥവാ ചിൽനോസർ ലൈനിലേക്ക് കയറുന്നത്. എന്നിട്ട് ചിൽനോസർ ലൈനിൽ കുറേയധികം സ്റ്റേഷൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന കോസ്മോനെറ്റർ മെട്രോയിൽ നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളിനി മെട്രോയിൽ കയറിയിട്ട് നമ്മൾ അലിഷ നവോയി മെട്രോയിൽ ഇറങ്ങിയിട്ട് വേണം റെഡ് ലൈനിലേക്ക് ചേഞ്ച് ചെയ്ത് കയറാനായിട്ട്. റെഡ് ലൈനിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ തന്നെ വളരെ മനോഹരമായ ഒരുപാട് കിട്ടിലെ മെട്രോ സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പോൾ അലിഷ നവോയി മെട്രോയിൽ ഇറങ്ങി ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ചിൽനോസർ ലൈനിലേക്ക് ചേഞ്ച് ചെയ്ത് കയറേണ്ടത്. അപ്പോൾ ഞാൻ ആ ലൈനിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. റെഡ് ലൈനിലേക്ക് കയറിയിട്ട് റെഡ് ലൈൻ ഫുൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ചിൽനോസർ ലൈനിലെ പാക്സ്റ്റക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനിലാണ് കറൻ്റ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മളിപ്പം ഇത് റെഡ് ലൈനാണ്. റെഡ് ലൈനിലുള്ള സ്റ്റേഷനാണ് ഈ പാക്സ്റ്റക്കർ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു റെഡ് ലൈൻ ഫുൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. മെട്രോ വരുന്നുണ്ട്, കയറണം. ഈ ഒരു സ്റ്റേഷൻ്റെ ലുക്ക് കണ്ടോ, കണ്ടില്ലേ, കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പോൾ കയറട്ടെ. അങ്ങനെ നമ്മൾ ചിൽനോസർ ലൈനിൽ കയറിയിട്ട് 1-2 സ്റ്റേഷൻസൊക്കെ സ്കിപ്പാക്കി. അതൊക്കെ നോർമൽ ടൈപ്പിലുള്ള സ്റ്റേഷൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ചിൽനോസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അവിടെയുള്ള കാഴ്ചകൾ കണ്ടത് കണ്ടില്ലേ. മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു പഴയ സോവിയറ്റ് യൂണിയൻ സ്റ്റൈലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ അത്യാവശ്യം നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി കുറേ ഒരു എന്തോ ആർക്കിടെക്ചർ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാൻ നല്ല രസമുണ്ട്. ചെറിയൊരു സ്റ്റേഷനിൽ ഇവിടുത്തെ എല്ലാ സ്റ്റേഷനും ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. പൊളി. ഇപ്പോൾ ചിൽനോസർ ലൈനിലുള്ള ചിൽനോസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് ബാക്കി 1-2 സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യണം. ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് നോക്കിക്കേ, ലൈറ്റൊക്കെ വേറെ ലെവൽ ലൈറ്റാണ് കേട്ടോ. അയ്യോ അടിപൊളി. ആൻഡ് ചിൽനോസർ മെട്രോ. അപ്പോൾ നമ്മളിതിപ്പം ചോസ്റ്റപ്പ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ടുള്ള സ്റ്റേഷനുകളെല്ലാം മുകളിലുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിൽനോസർ ലൈനിലെ ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാ അപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. നല്ല വെയിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബാംഗ്ലൂർ മെട്രോ, കൊച്ചി മെട്രോ ഒക്കെ കണക്കുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഇവിടെ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഇനിയുള്ള എല്ലാ സ്റ്റേഷനുകളും ഞങ്ങൾക്ക് മുകളിലുള്ള സ്റ്റേഷൻസാണ്. അങ്ങ് ദൂരെ നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാം മോളിൽ കൂടെ പോകുന്ന സംഭവമാണ്. അണ്ടർഗ്രൗണ്ട് മെട്രോകളല്ല. അണ്ടർഗ്രൗണ്ട് മെട്രോകളാണ് ആക്ച്വലി നല്ല ബ്യൂട്ടിഫുള്ളും ഭംഗിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതൊരു നോർമൽ നമ്മുടെ കൊച്ചി മെട്രോ എന്നൊക്കെ പറഞ്ഞുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇനി തിരിച്ച് പോകാനായിട്ട് പോവുകയാണ്. തിരിച്ച് നമ്മൾ ഈ റെഡ് ലൈനിൽ നിന്ന് നേരെ അലിഷ നവോയി കഴിഞ്ഞിട്ടുള്ള അമീർ തിമൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഇറങ്ങും. അവിടെ നിന്ന് നമ്മൾ നേരെ ഗ്രീൻ ലൈനിൽ കയറും. ഗ്രീൻ ലൈനിൽ കയറിയിട്ടാണ് നമുക്ക് ടാഷ്കണ്ട് TV ടവറും പുലാവൊക്കെ കഴിക്കുന്ന ബെഷ്മൂർ പുലാവ് ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് ആ ഒരു മെട്രോയുടെ മാപ്പും കാര്യങ്ങളൊക്കെ. കറൻ്റ്ലി നമ്മൾ ഈ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ കണ്ടത് ഈ ഒൾമാസർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കയറിയിട്ട് നേരെ വന്ന് ഈ ഒരു അമീർ തിമൂറിൽ ഇറങ്ങും. അമീർ തിമൂറിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈനിലോട്ട് പോകുന്നത്, ഗ്രീൻ ലൈനിലേക്ക് പോകുന്നത്. നമ്മൾ കയറിയത് ഈ ബ്ലൂ ലൈനിൽ നിന്നാണ്. കോസ്മോനെറ്റർ മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് അലിഷ നവോയിൽ ഇറങ്ങിയിട്ടാണ് ലൈൻ ചേഞ്ച് ചെയ്തത്. അപ്പോൾ മൊത്തം 3 ഇൻ്റർചേഞ്ച് സ്റ്റേഷൻസ് ഒന്ന് ബ്ലൂ ലൈനുമായിട്ടും റെഡ് ലൈനുമായിട്ടും ഗ്രീൻ ലൈനുമായിട്ടും കണക്ട് ചെയ്യുന്ന 3 ഇൻ്റർചേഞ്ച് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു മെട്രോ മാപ്പ് എപ്പോഴും നിങ്ങൾ ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ വരുന്ന ടൈമിൽ നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തിട്ടേക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. മെട്രോയും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ചെയ്യാനായിട്ട്. അപ്പം നമ്മളിപ്പം
മുസ്തലിക് മൈദൂനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഈ ലൈറ്റൊക്കെ നോക്കിക്കേ, എൻ്റെ മോനെ പൊളപ്പൻ സാധനം. ഇതൊക്കെ കിട്ടില്ല ഒരു മെട്രോ സ്റ്റേഷനാണ്. അധികം ആളും പേരും ഒന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണും. ഈ ഒരു ലൈറ്റ് കൂടെ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇവിടെയും കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. മുസ്തലിക് മൈദൂനി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാഷയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട ഒരു രക്ഷയില്ല. സൂം ചെയ്ത് ലൈറ്റ് കാണിച്ചു തരാം. കിട്ടില്ലൻ വാട്ടർ കണ്ട, പൊളി എന്ന് പറഞ്ഞാലും പോരാ, ജാതി പൊളി. അപ്പോൾ നമുക്ക് നേരെ ഇനി അടുത്ത മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം. നമ്മളിപ്പോൾ അത് ഹമീദ് ഒലിംജൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനിലാണ്. ഇത് റെഡ് ലൈനിലുള്ളൊരു സ്റ്റേഷനിലാണ് കേട്ടോ. റെഡ് ലൈനിൽ 1-2 ലൈൻ കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കുകയാണ്. ഇതൊക്കെ കുറച്ചധികം സെറ്റപ്പായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കൊള്ളാം എന്തായാലും സംഭവം. കണ്ടില്ലേ? ഹമീദ് ഒലിംജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. റെഡ് ലൈനിലുള്ള ചിൽനോസർ ലൈനിലുള്ള ലൈൻ സംഭവം. അപ്പോൾ അധികം ആളും പേരും ഒന്നുമില്ല. ആ ഒരു മെട്രോ സ്റ്റേഷനിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കേ, അടിപൊളി. ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആ സംഭവം സെറ്റപ്പായിട്ട്. അങ്ങനെ നമ്മൾ മറ്റൊരു മെട്രോ സ്റ്റേഷനായുള്ള പുഷ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. എഗെയിൻ ഇത് ചിൽനോസർ ലൈൻ റെഡ് ലൈനിലുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ്. ഭയങ്കര തീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തീമാണ് കേട്ടോ ഇവിടെ. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇതിനകത്ത് അടിപൊളിയായിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ഇതൊക്കെ പഴയ ആ ഒരു സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ആ സെയിം ആ ഒരു തീം അവരങ്ങനെ നിർത്തിയിട്ട് അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഒക്കെ കണ്ടില്ലേ? ഇതിനകത്തും കുറേ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആ ഭിത്തിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് അവരെല്ലാ മെട്രോ സ്റ്റേഷനുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഇങ്ങനൊരു മെട്രോ സ്റ്റേഷൻ ഒരു പക്ഷേ ലോകത്ത് വേറെ എവിടെയും ഉണ്ടാവാനായിട്ട് വഴിയില്ല. പുഷ്കർ മെട്രോ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കര ബ്യൂട്ടിഫുൾ. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അലിഷർ നവോയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അലിഷർ നവോയിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഇവിടെ കയറിയിട്ടാണ് ഗ്രീൻ ലൈനിലേക്ക് കയറുന്നത്. അപ്പോൾ ഗ്രീൻ ലൈനിൽ നിന്നാണ് നമുക്കിനി പോകാനുള്ള താഷ്കണ്ട് TV ടവറും ബാക്കി അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗ്രീൻ ലൈനിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഈ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിൽ കൂടെ നമുക്ക് നടന്നിട്ട് ഗ്രീൻ ലൈനിലേക്ക് കയറാനായിട്ട് പറ്റും. ഫുള്ള് അവിടെ എല്ലാം ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ എന്താ പറയുക അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി യോനസ്ബാദ് ലൈൻ എന്നാണ് അതിനെ പറയുന്നത്. ഏറ്റവും റീസെൻ്റായിട്ട് ഓപ്പണായിട്ട് ഫുൾ ഫ്ലെച്ചിൽ ഓടുന്നത് ഈ ഒരു യൂനസ്ബാദ് ലൈനാണ്. 2001 ആക്ച്വലി ഈ ഒരു ഗ്രീൻ ലൈൻ ഓപ്പൺ ആക്കിയത്. മൊത്തം 8 സ്റ്റേഷനുകളാണ് ഈ ഒരു ലൈനിനകത്തുള്ളത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈനിലുള്ള 1-2 സംഭവങ്ങൾ, നമ്മളൊരു മിനാർ മോസ്ക്, ആക്ച്വലി ഉസ്ബെക്കിസ്ഥാനിലെ താജ്മഹൽ എന്നൊക്കെ പറയുന്ന മിനാർ മോസ്ക് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ പുലാവ് കഴിക്കണം, താഷ്കണ്ട് TV ടവർ, പിന്നെ ഈ ഒരു ഗ്രീൻ ലൈനിലുള്ള മെട്രോ സ്റ്റേഷൻ്റെ ഭംഗിയും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് തന്നെ ചെയ്യാം. പേര് അമീർ തിമൂർ സ്ക്വയറിൽ നമ്മൾ ഈ ഒരു ഗ്രീൻ ലൈനിലോട്ട് വരുമ്പോൾ യൂനസ് രാജ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനുമായിട്ടാണ് അത് കണക്റ്റ് ആവുന്നത്. അപ്പം ആ ഒരു മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. യൂനസ് രാജ്ബി, അങ്ങനെയാണ് ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പേര്. ഗ്രീൻ ലൈനിലുള്ള മെട്രോയാണ്. അത് അമീർ തിമൂറുമായിട്ടാണ് ഇൻ്റർചേഞ്ച് ഉള്ളത്, റെഡ് ലൈനിലുള്ള. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ആ മെട്രോ സ്റ്റേഷൻ. നമുക്ക് അടിപൊളി. അപ്പോൾ കയറട്ടെ. അപ്പോൾ നമ്മളിപ്പം കറൻ്റ്ലി ഉള്ളത് യൂനസ് രാജ്ബി എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മിനാർ മോസ്ക് ഉണ്ട്, ബോഡോംസർ, ഷാരിസ്റ്റൺ, ആ ഒരു സ്റ്റോപ്പിലാണ് നമ്മൾ ആക്ച്വലി ഇറങ്ങേണ്ടത്. ഷാരിസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പിൽ. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ബാക്കി സംഭവങ്ങളൊക്കെ നടക്കാൻ പറ്റുക. അപ്പോൾ കണ്ടില്ലേ മെട്രോ സ്റ്റേഷൻ. ഈ ഒരു മെട്രോ സ്റ്റേഷൻ നല്ല രസമുണ്ട്. ഇത് കിടിലാണ് കാണാനൊക്കെ ആയിട്ട്. കുറേ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റ്. അങ്ങനെ ഗ്രീൻ ലൈനിലെ അവസാന സ്റ്റോപ്പായിട്ടുള്ള തുർക്കിസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ നിന്നുള്ള കാഴ്ചകൾ സംഭവം ഇങ്ങനെയാണ് കേട്ടോ. അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തുർക്കിസ്റ്റനാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് യൂനസ്ബോധ് കഴിഞ്ഞിട്ടുള്ള ഒരു ഷാരിസ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിൽ ഇറങ്ങണം. ഷാരിസ്റ്റൺ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ ഈ പറയുന്ന പുലാവ് കഴിക്കുന്നതും അതുപോലെ തന്നെ മിനാർ മോസ്കിലേക്കും അതുപോലെ തന്നെ താഷ്കണ്ട് TV ടവറിലോട്ടൊക്കെ നടന്ന് പോയിട്ട് തിരിച്ച് നമുക്ക് ബോഡോംസറിൽ നിന്ന് കയറിയിട്ട് തിരിച്ച് ഈ മിങ്കോറിക്കിലേക്ക് പോകണം. അതാണ് പ്ലാൻ.
അങ്ങനെ നീണ്ട കുറേ നേരത്തെ അണ്ടർഗ്രൗണ്ട് യാത്രയ്ക്ക് ശേഷം നമ്മൾ മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഭാഗ്യത്തിന് വെയിൽ വന്നു. രാവിലെ മാത്രമേ മഴയുള്ളൂ. രാവിലെ വൈകുന്നേരം മഴയുണ്ട് ആക്ച്വലി. ഓക്കെ, സോ നമ്മളിപ്പോൾ ഷെരിസ്റ്റൺ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നും പുറത്ത് വന്നിട്ടുണ്ട്. ദേ മെട്രോയുടെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് നല്ല വെയിലുണ്ട് എന്നാലും, വിച്ച് ഈസ് ഗുഡ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബെഷ്വർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ദേ നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ടാഷ്കെൻഡ് TV ടവർ കാണാനായിട്ട് പറ്റും. ഇത് ആക്ച്വലി നമ്മൾ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ, ടാഷ്കെൻഡ് TV ടവർ. ഇപ്പോൾ ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. വെയിൽ കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം. ഇവിടെയും കോർസിംഗയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോർസിംഗയുടെ സംഭവം ടാഷ്കെൻഡ് TV ടവർ രക്ഷയില്ല കേട്ടോ. ഉയ്യോ, ഒടുക്കത്തെ പൊക്കം കണ്ടില്ലേ. അതുപോലെ ഉസ്ബെക്കിസ്ഥാനിൽ ഈ ഒരു മെട്രോ സർവീസ് മാത്രമല്ല, പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബസ് സർവീസും ഉണ്ട് കേട്ടോ. എല്ലാ റൂട്ടിലോട്ടും നമുക്ക് ബസ് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ഉള്ളത് ഒബ്വിയസ്ലി മെട്രോയാണ്. ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല, സിഗ്നലും കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് ഇപ്പോഴും മെട്രോയാണ്. പക്ഷേ മെട്രോ മാത്രമല്ല, 24/7 അല്ല, രാവിലെ തൊട്ട് മിഡ് നൈറ്റ് വരെയായിട്ട് നമുക്ക് എന്താ പറയുക, ബസ് സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇതേ സിറ്റി ടൂർ ബസ്സൊക്കെ പോകുന്നുണ്ട്. പക്ഷേ സിറ്റി ടൂർ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ, അത്ര വലിയ സുഖമൊന്നുമില്ല. ഇപ്പോൾ ടാഷ്കെൻഡ് TV ടവർ നമുക്ക് ദേ ഇവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ടാഷ്കെൻഡ് സിറ്റിയൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ. റോഡിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാൻകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിലാവ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം ഉസ്ബെക്കിസ്ഥാനിൽ അല്ലെങ്കിൽ ടാഷ്കെൻഡിൽ നമുക്ക് എവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പിലാവ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ബെഷ് കിസോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇവർക്ക് ആക്ച്വലി ടാഷ്കെൻഡിൽ 3 ബ്രാഞ്ചുകളാണുള്ളത്. അതിൽ നമ്മളിപ്പം കറൻ്റ്ലി വന്നിരിക്കുന്നത് ഈ പറയുന്ന ടാഷ്കെൻഡ് TV ടവറിൻ്റെ തൊട്ടടുത്തുള്ള ബെഷ് കിസാനാണ്. ഇവർ ആക്ച്വലി ഭയങ്കര ലോകത്തിലെ ഏറ്റവും വലിയ പാത്രത്തിലാണ് ഇവരിത് ആക്ച്വലി മേക്ക് ചെയ്യുന്നത്, ഈ ഒരു പിലാവ്. പിന്നെ മേക്കിംഗ് വീഡിയോസൊക്കെ നമുക്ക് പല വീഡിയോകളിലും സംഭവങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ജസ്റ്റ് അങ്ങോട്ട് ചെന്നിട്ട് ആ ഒരു പിലാവ് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റുമോ നോക്കണം. അതോടൊപ്പം നമ്മൾ ആ ഒരു പിലാവ് കഴിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം 35,000 സോമാണ് ആ ഒരു പിലാവിൻ്റെ റേറ്റ്. ഭയങ്കര വെറൈറ്റിയാണ് ആ സാധനം. അതിൽ ചിക്കൻ, മട്ടൻ, ബീഫ്, പിന്നെ മുട്ട, റൈസ്, വെജിറ്റബിൾസ്, അങ്ങനെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ ഇവിടെ ഓൾറെഡി കുറേ ആൾക്കാർ വന്ന് വെയിറ്റിംഗ് ആണ് ഈ ഒരു പിലാവ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ നമ്മളകത്തോട്ട് ചെല്ലുന്നു. ഒരു പിലാവ് ഉണ്ടാക്കുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ആ ഒരു ഏരിയയിലാണ് പിലാവ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഇവിടെ ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട് കേട്ടോ പിലാവ് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഓൾറെഡി അത് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് പിലാവ്, കണ്ടില്ലേ. സൂപ്പർ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവിടെ ബെഷ് സോൺ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ഏഷ്യൻ പിലാവ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് ആൾക്കാർ വന്ന് കഴിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. കണ്ടില്ലേ, ബെഷ് കിസോൺ പിലാവ്. ഇത് ഭയങ്കര ഫേമസ് ആണ്, വേൾഡ് ഫേമസ് ഐറ്റംസ് ആണ്. പിലാവ് ഡെഫിനറ്റ്ലി ഈ പറയുന്ന ഉസ്ബെക്കിസ്ഥാൻകാരുടെ ഫേമസ് ഫുഡാണ് കേട്ടോ. അതിനകത്ത് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആൾക്കാർ നോക്കിക്കാണ് ഫുള്ള്. അപ്പോൾ എന്തേ ഇതിനകത്താണ് അവർ ആക്ച്വലി ഈ ഒരു പിലാവ് ഉണ്ടാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇതിനകത്താണ് ആ പുലാവ് വെച്ചിരിക്കുന്നുണ്ടാ, ഉണ്ടാവ് പുലാവ്. അതിൻ്റെ ആൾക്കാരോടെ ചിക്കനും സംഭവങ്ങളൊക്കെ വെട്ടി റെഡിയൊക്കെ ആക്കുന്നുണ്ട്. ഇതേ കണക്കുള്ള ഒരെണ്ണം മാത്രമല്ല, ഒരുപാടെണ്ണമുണ്ട്. 1, 2, 3 ഇതിലെല്ലാം അവർ പിലാവ് ഉണ്ടാക്കുന്നുണ്ട്, ചിക്കൻ കട്ട് ചെയ്യുന്നുണ്ട്, ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ഏരിയ ആണ്, നമുക്കിത് വന്ന് കണ്ട് നിങ്ങൾക്ക് അത് റെഡിയാക്കി സെറ്റാക്കാനായിട്ട് പറ്റും. ബ്രെഡ്, നാൻ, റൊട്ടി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടെ പിലാവിൻ്റെ റൈസും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നു. ആൻഡ് ഇതേ കണ്ടില്ലേ, അവരുടെ നാന് സംഭവങ്ങളൊക്കെ ആയിട്ട് റെഡിയാക്കുന്നു. എന്താ അപ്പോൾ ഇതിനകത്ത് ഓരോ ഐറ്റംസ് ഓരോരോ ഇതിനകത്താണ് അവർ ആക്ച്വലി പ്രിപ്പയർ ചെയ്യുന്നത്. ചിക്കൻ, മട്ടനൊക്കെ വെട്ടി റെഡിയാക്കി എടുക്കുന്നു. ഇതെടുക്കുന്നതിനോ ഷൂട്ട് ചെയ്യുന്നതിനൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതേ കണ്ടില്ലേ, റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓരോ ഇതിനകത്തോട്ട് റൈസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത്
ഓരോരോ ലീഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുട്ട സംഭവങ്ങൾ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഇട്ടിട്ടാണ് അവർ ആക്ച്വലി പിലാവ് നമുക്ക് റെഡിയാക്കി തരുന്നത്. ആൻഡ് എല്ലാത്തടത്തും മറ്റേ വെജിറ്റബിൾസ് ആണ്. ഇതിനകത്ത് അവർ വെജിറ്റബിൾസ് റെഡിയാക്കുന്നു. ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് പിലാവിൽ അവർ ഇട്ട് തരുന്ന സാധനങ്ങളാണ് കേട്ടോ. ഭയങ്കര ചൂടുണ്ട്. ഇതാണ് ആ ഒരു ഏറ്റവും വലിയ എന്താ പറയുക പിലാവ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കേട്ടോ. ആൻഡ് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. നമ്മളൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം, എന്നിട്ട് നേരെ കഴിക്കണം. ആൻഡ് യെസ്, സൂപ്പർ. അപ്പോൾ ഇത് ആക്ച്വലി 9 മണി തൊട്ട് 23 മണി വരെ സംഭവമുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇവിടെ എവിടെയെങ്കിലും കയറി ഇരിക്കാം, പിലാവ് കഴിക്കാം. ആൻഡ് വിൽ ഗോ. അതെ, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. യെസ്, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഈ ഒരു പിലാവ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഡ്രിങ്ക്സും സാധനങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് ഐറ്റംസ് ഒക്കെ കിട്ടും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ മെനു കാർഡും മറ്റുമൊക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് ഉസ്ബെക്കിസ്ഥാനാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഗൂഗിൾ പേജിനകത്ത് ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ള സംഭവമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേഷനകത്ത് ഇമേജ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാനൊരു 32,000 സോമിൻ്റെ പിലാവാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. ബ്രെഡ് പറഞ്ഞിട്ടില്ല, പിന്നെ ഒരു കോക്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ അപ്പം ഇവിടെ വന്നിരുന്നാൽ മതി, അവർ വന്ന് ഓർഡർ എടുത്തിട്ട് പൊക്കോളും. സോ വെയിറ്റിംഗ് ഫോർ ദ ഓർഡർ ടു കം. അപ്പോൾ അതേ നമ്മുടെ പിലാവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആക്ച്വലി മുട്ടയില്ല. മുട്ട എനിക്ക് തോന്നുന്നു 35,000 അതിനകത്താണ് മുട്ടയെന്ന്. അപ്പോൾ അതിനകത്ത് റൈസ് ഉണ്ട്, വെജിറ്റബിൾ ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, കുറേ ഐറ്റംസ് എല്ലാം കൂടെ കിട്ടും. റൈസ് ഞാനിവിടെ ആക്ച്വലി വന്നിട്ട് ഇന്ന് വേണം കഴിക്കാനായിട്ടത്. പിന്നെ നമുക്കൊരു സലാഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതേ ഒരു കോക്കും കൂടെ മേടിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് മേടിച്ചതെന്ന് അല്ല എന്തിനാണ് തന്നെ അറിയാൻ വയ്യ. പിന്നെ സ്പൂണും ഫോർക്കും ഒക്കെ തരും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു ബില്ലും കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതാണ് ഐറ്റം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എൻ്റെ ബില്ല് ഇതായിരിക്കുന്നു. 34,000 ആയിരുന്നു നമ്മുടെ പിലാവിന്. പിന്നെ 7,000 നമ്മുടെ കൊക്കക്കോളയ്ക്ക്. വൈദ്യുതി ടാക്സ് ഉണ്ട് കേട്ടോ. 48, 53, പിന്നെ ഒരു 5,000 ആയിട്ട് ടാക്സ്. എൻ്റെ മോനെ മൊത്തം 53,760 രൂപയായിട്ടുണ്ട് നമ്മൾക്കിവിടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ അവൻ ഈ സാധനമൊക്കെ വെട്ടി അരിയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൾക്കാരതൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവർ ആക്ച്വലി ആ ഏറ്റവും വലിയ പുലാവ് ആ ഒരു സാധനം തുറന്നിട്ട് അതിൽ നിന്ന് ചിക്കനും മട്ടനും ബീഫും ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, കണ്ടില്ലേ അവരാ വലിയ പിലാവിൻ്റെ സാധനം തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് നിന്നിട്ട് കണ്ട ആ ഏറ്റവും വലിയ പിലാവിൻ്റെ പാത്രമാണിത് കണ്ട. അതിൽ നിന്ന് ചിക്കനും ചിക്കനല്ല ബീഫാണ് ആക്ച്വലി. അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അവരതിലോട്ടേക്കും അതിൽ നിന്ന് അത് ചെറുതായിട്ട് വെട്ടി പിരുത്തിട്ടാണ് അത് ബാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനടിയിൽ ഫുൾ അതേ കണക്കുള്ള ബീഫിൻ്റെ വലിയ സാധനങ്ങളുണ്ടാവും കേട്ടോ. കണ്ടാ അപ്പോൾ ഇവിടെ ഇവരുടെ ടിപ്പിക്കലായിട്ടുള്ള ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവമാണ്. മേക്കിങ്ങും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഷേപ്പിനകത്ത് ഉണ്ടാക്കിയിട്ടാണ് ഇതിനകത്തേക്ക് വെച്ചിട്ട് അവർ എന്താ പറയുക ബാക്കി ആ ബ്രെഡ് ഇങ്ങനെ ആക്കി എടുക്കുന്നത് കണ്ടാ. അപ്പോൾ ആ ഒരു അടുപ്പിനകത്ത് ആ ഒരു അടുപ്പിൻ്റെ സൈഡിലോട്ട് നോക്കിക്കോ, കണ്ട വെച്ചേക്കുന്നുണ്ട് സാധനങ്ങൾ ഫുള്ള് അതിനെ ഒട്ടിച്ചങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പോൾ അത് വെന്ത് എങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അവർ അതിൽ നിന്ന് എടുക്കും. ഇതിൻ്റെ സൈഡിലും ഉണ്ട്, നമുക്ക് അകത്ത് കാണാനായിട്ട് പറ്റും. ആ ഒരു ബ്രെഡ് സൈഡിൽ അങ്ങനെ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇരിക്കുന്നു കേട്ടോ. അതേ കണ്ടില്ലേ അപ്പം ചെയ്യണ്ട. അപ്പോൾ എടുക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് വരും കണ്ട. ഇങ്ങനെയാണ് അതിൽ നിന്ന് അവർ എടുക്കുന്നത് ആ സാധനം കണ്ട. ഇങ്ങനെ എടുത്തിട്ട് അത് ഇതിലോട്ട് കൊണ്ടിടും. സിമ്പിൾ പരിപാടിയാണ്. ഈ ബ്രെഡ് ഉസ്ബെക്കിസ്ഥാൻകാരുടെ ഭയങ്കര സാധനം. പക്ഷേ ഇച്ചിരി കട്ടിയുണ്ട് സാധനം. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഐറ്റംസാണ്. കണ്ട. അപ്പോൾ അവിടെ ഇവിടെയായിട്ടൊക്കെ പല അടുപ്പുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ അങ്ങനെ റെഡിയാക്കി കട്ട് ചെയ്ത് വെട്ടി ചെയ്ത് പല ടൈപ്പ് ഉണ്ട് ബീഫ്. പക്ഷേ എനിക്ക് മുട്ട കിട്ടിയില്ല. മുട്ടയും കൂടെ കിട്ടേണ്ടതായിരുന്നു ആക്ച്വലി. ആ ചെറിയ മുട്ട അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇവിടെ കണ്ടില്ലേ അവർ ആ ഒരു ബീഫും സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് അതിനെ അവർ വെട്ടി അരിഞ്ഞ് ചെയ്തിട്ട് ഇതിനകത്ത്. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു സാധനം ഈ രണ്ടാവും ഒടുക്കത്തുണ്ടാവും. ആക്ച്വലി അടുപ്പാണ്. ഇതിന് അടിയിൽ കൂടെ അപ്പുറത്തെ സൈഡിൽ തീയിട്ടിട്ടാണെന്ന് കത്തിക്കുന്നത് കേട്ടോ. അങ്ങനെ ബഷ്കിസ്ഥാനിൽ നിന്നും പിലാവൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ പുറത്തോട്ട് പോവുകയാണ്. ഇനി അടുത്തത് നമ്മുടെ ലക്ഷ്യം താഷ്കണ്ട് TV ടവറാണ്. ഫുഡ് കൊള്ളാം. അതിൽ മുന്തിരിങ്ങയും പിന്നെ കടലയുണ്ട്, പിന്നെ വെജിറ്റബിൾ എന്തൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പറയുന്ന സാവര ജംഗമോസുകളെല്ലാം കൂടെ കിട്ടും. റൈസ് ഒരു ഇച്ചിരി കട്ടി ഉണ്ടാവും. ഫുള്ള് നമ്മുടെ നാട്ടിൽ ചോറൊക്കെ വേവിക്കുന്ന കണക്കൊരു വേവിക്കത്തില്ല.
കുറച്ചൊരു കട്ടിയുള്ള റൈസാണ്. ബട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ട്, അവരുടെ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ നാട്ടിൽ പിലാവ് കഴിക്കുന്ന കണക്കുള്ള ആയിരുന്നല്ല, അത് നമുക്ക് നല്ലോണം അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിൽ നമുക്ക് ഒന്ന് രണ്ട് എന്തൊക്കെ ചെറിയ ഐറ്റംസ് ഒക്കെ കാണാം. പക്ഷേ ഇനിയിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാനുള്ളതൊന്നും വയ്യ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ടാഷ്കണ്ട് TV ടവറാണ്. അപ്പോൾ ഈ പോകുന്ന ആൾക്കാരൊക്കെ TV ടവർ കണ്ടൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി ടാഷ്കണ്ട് TV ടവർ. ഇത് നമ്മുടെ ഐസ്ക്രീമാണ്, നമ്മൾ കഴിച്ചിട്ടുള്ള ഐസ്ക്രീമാണ്. പക്ഷേ 15,000 രൂപയാണ്, ഭയങ്കര വില. അത് മോശമായി പോയി കേട്ടോ. അപ്പോൾ എന്തേ നമ്മൾ ടാഷ്കണ്ട് TV ടവറിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളിത് ടാഷ്കണ്ട് TV ടവറിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടവർ നമുക്ക് ഫുള്ള് കാണാനായിട്ട് പറ്റും. ഉയ്യോ, ഒടുക്കത്തെ സൈസാണ്. അപ്പോൾ ഇതാണ് ടാഷ്കണ്ട് TV ടവർ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ആക്ച്വലി. അപ്പോൾ ഈ ഒരു സംഭവം 375 മീറ്ററാണ് ഈ ഒരു ടാഷ്കണ്ട് TV ടവറിൻ്റെ പൊക്കം എന്ന് പറയുന്നത്. കറൻ്റ്ലി 12th ഹയസ്റ്റ് ടവർ ഇൻ ദ വേൾഡ് ആണ്. 1985 ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത്. മൊത്തം 375 മീറ്റർ ഉയരമാണെന്നുണ്ടെങ്കിലും 318 ആ ഒരു മീറ്ററിൽ നമുക്കൊരു ഒബ്സർവേഷൻ ഡെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രൽ ഏഷ്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് ടവറാണ് കേട്ടോ. അപ്പം യൂഷ്വലി TV ടവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ റേഡിയോ ടെലിവിഷൻ സിഗ്നലുകളും കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ടവറാണ് ഈ ഒരു ടാഷ്കണ്ട് TV ടവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനിയിപ്പം ആ TV ടവറിലോട്ട് പോകണം. ഒബ്സർവേഷൻ ഡെക്കിലോട്ട് പോകാനുള്ള സംഭവങ്ങളും ഡീറ്റെയിൽസൊക്കെ നമുക്കൊന്ന് ചോദിച്ചിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കയറണം. പിന്നീട് നമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതേക്കുള്ള വണ്ടികൾ കുറേ കാണാനായിട്ട് പറ്റും കേട്ടോ. അതായത് പഴയ സോവിയറ്റ് യൂണിയൻ സമയത്തുണ്ടായിരുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തേ ടാഷ്കണ്ട് TV ടവർ. അപ്പോൾ ഒരു TV ടവറിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ വേറെ കുറച്ച് TV ടവറുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ടോക്കിയോയിലെ ഒരു ടവർ, ജപ്പാൻ, അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. പിന്നീട് ടവർ തൈജിൻ, ചൈനയിലെ ഒരു ടവറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളത് മോസ്കോ, റഷ്യയിലെ ടവറിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫ്രം ഇന്ത്യ. രാകേഷ്, അപ്പോൾ ഇവിടെ കാനഡയിലെ ആ ഒരു ടെലിവിഷൻ ടവർ. അപ്പോൾ ഇതെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ടെലിവിഷൻ ടവറും അതിൻ്റെ ചെറിയ മാതൃകകളും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമുക്ക് വേറെ കുറച്ച് ടവറുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഈഫൽ ടവറുണ്ട് പാരീസിൽ, അതുപോലെ തന്നെ ചൈനീസ് ടെലിവിഷൻ ടവറുണ്ട്. കുലാലംപൂർ, മലേഷ്യ നമ്മൾ കയറിയിട്ടുള്ള സംഭവമാണ്. അതായത് കുലാലംപൂരിലെ സംഭവം നമ്മൾ മലേഷ്യ പോയ സമയത്ത് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചിക്കാഗോ US ടവറാണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ടാഷ്കണ്ട് TV ടവറിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ അകത്തോട്ട് കയറണം. അകത്തോട്ട് കയറിയിട്ട് എന്താ സംഭവം, എങ്ങനെ എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒബ്സർവേഷൻ ഡെക്കിലോട്ട് കയറാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ടാഷ്കണ്ട് TV ടവറിൻ്റെ ഫ്രണ്ട് വ്യൂവും ആൻഡ് ബാക്ക് എൻഡിലായിട്ട് നമുക്ക് ആ ടവറും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സമയങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതാ ദിവസം? സൺഡേ ആണ്. ഇന്ന് സൺഡേ അല്ലേ? അതെ, സൺഡേ. 10 തൊട്ട് 8 മണി വരെയാണ് സംഭവം. 1 മണി തൊട്ട് 2 മണി വരെ ഇവരുടെ ലഞ്ച് ടൈമും കാര്യങ്ങളൊക്കെയാണ്. അകത്തോട്ട് കയറട്ടെ. അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ടാഷ്കണ്ട് TV ടവറിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഫോറിൻ സിറ്റിസന് 50,000 സോമാണ് ആക്ച്വലി ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫോറിൻ സിറ്റിസണിന് 50,000 സോം. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് 50,000 സോമാണ് ടിക്കറ്റിൻ്റെ ചാർജ്. കൃഷി എൻട്രൻസ് ഇവിടെയാണ്. TV ടവറിലോട്ടുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ആണെന്നുണ്ട്. അപ്പോൾ ചെക്കിന് ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ കയറ്റുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഇവിടെ സ്കാൻ ചെയ്തിട്ട് അകത്തോട്ട് കയറണം, പോയിട്ട് വരണം. അപ്പോൾ നമ്മളിത് ഒബ്സർവേഷൻ ഡെക്കിലോട്ട് പോവുകയാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ പല രാജ്യങ്ങളുടെയും ടെലിവിഷൻ ടവറുകളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലുള്ള ടെലിവിഷൻ ടവറുകളുണ്ട്. അതിൽ ഇങ്ങനൊരു ഒബ്സർവേറ്ററി ഡെക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. എല്ലാ രാജ്യങ്ങളിലും ഇതിനൊക്കെയുള്ള ടെലിവിഷൻ സിഗ്നൽസും റേഡിയോ സിഗ്നലും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ടവറുകളിലാണ്. ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ടെലിവിഷൻ ടവറുകളിൽ ഇതുപോലുള്ള ഒബ്സർവേറ്ററി ഡെക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നടന്നിട്ട് ഈ ഒരു ടാഷ്കണ്ട് TV ടവറിൻ്റെ ഒബ്സർവേറ്ററി ഡെക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ സമർഖണ്ഡിലെയും ടാഷ്കണ്ടിലെയും ഒക്കെ പല സംഭവങ്ങളുടെയും സ്മാരകങ്ങളുടെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്.
എൻജിയർ ഉസ്ബെക്കിസ്ഥാനിലെ എന്താ പറയുക വ്യൂ പോയിൻ്റ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഇതേ കണ്ടില്ലേ. ആൻഡ് നമ്മളങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതേ ഇങ്ങനെ ഇനി മുകളിലോട്ട് പോകണം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഒബ്വിയസ്ലി നമ്മൾ മുമ്പ് മലേഷ്യയുടെ ഒക്കെ അവിടെ പോയ സമയത്തൊക്കെ ഉള്ള എന്താ പറയുക സുവനീഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ലിഫ്റ്റിൽ മുകളിലേക്ക് പോകുന്നത്. മുകളിലേക്ക് പോകാനായിട്ടുള്ള ആൾക്കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ. ക്യൂ. അങ്ങനെ നമ്മളിത് ഈ ഒരു ടാഷ്കണ്ട് TV ടവറിൻ്റെ മുകളിലുള്ള ഒബ്സർവേറ്ററി ഡെക്കിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഫുള്ള് ഇങ്ങനെ കറങ്ങി കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതേ കണ്ടോ ടാഷ്കണ്ട് സിറ്റി. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടാഷ്കണ്ട് സിറ്റി. അപ്പോൾ ഇതേ അവിടെ ഒരു ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയിലായിട്ട് ഫുൾ ടിപ്പിക്കലായിട്ടുള്ള അവരുടെ പഴയ ടൈപ്പ് വീടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ഒരു വലിയൊരു പള്ളി കാണുന്നുണ്ട്. അതേ കണ്ടില്ലേ. ആൻഡ് ഇതിന് ചുറ്റുവട്ട് നടന്ന് ഇത് അവിടെ ഒരു മറ്റേ സ്കൈ വീൽ കണ്ടാകാൻ സംഭവം സ്കൈ വീൽ കാണുന്നുണ്ടോ, അങ്ങോട്ടേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആക്ച്വലി അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കവർ ചെയ്യണം. ഇന്നിപ്പോൾ എന്തായാലും സമയമുണ്ട് നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ എന്തേ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. പക്ഷേ ഈ ഗ്ലാസ് ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാമായിരുന്നു ഇവർക്ക്. ആൻഡ് ടാഷ്കണ്ട് സിറ്റി വ്യൂ. ഓക്കെ, ആ ഒരു സംഭവമാണ് നമ്മൾ നേരത്തെ ഞാൻ കണ്ട സാധനം. നമ്മൾ അപ്പുറത്തോട്ടൊക്കെ പോകണം. അത് ചെറിയൊരു പാർക്കും ചെറിയൊരു പള്ളിയുടെ കണക്കുള്ളൊരു സംഭവം സെറ്റപ്പ് ഒക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ഇങ്ങോട്ട് കയറി വന്നത്. ആ ഒരു പാർക്കിംഗ് കണ്ടില്ലേ, ആ താഴെ കാണുന്ന പാർക്കിങ് അതാണ് ഈ ഒരു ടാഷ്കണ്ട് TV ടവറിൻ്റെ പാർക്കിങ്. അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി മുകളിലോട്ട് കയറി വന്നത്. അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമുക്കങ്ങനെ നടന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ ഫുള്ള് എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ദേ ഇങ്ങനെയാണ്. അപ്പോൾ അതാണ് ബഷ്കിസാൻ നമ്മൾ നേരത്തെ ചെയ്യുന്ന ഫുഡ് കഴിച്ച സംഭവം. എൻ്റെ ആ ഒരു ഷീറ്റ് അടിച്ചിരിക്കുന്ന സാധനം കണ്ടില്ലേ, കാറുകളൊക്കെ കിടക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ പിലാവ് കഴിച്ചിട്ട് മുകളിലോട്ട് വന്നത്. ആ ഒരു സൈഡിലായിരുന്നു മെട്രോയും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം വലിയൊരു ടൗണാണ് കേട്ടോ ടാഷ്കണ്ട്. ഇതേ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീടുകളുടെ ആ ഒരു സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഒരേ ടൈപ്പിൽ ഒരേ പൊക്കത്തിൽ ഒരേ രീതിയിലൊക്കെ നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ ആ ഒരു സൈഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നൈസ്. അപ്പോൾ ഇതിന് ചുറ്റിലൂടെ നമുക്കിങ്ങനെ നടന്നിട്ട് ഈ ഒരു ഫുള്ള് സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും. ടാഷ്കണ്ട് TV ടവർ, അതിൻ്റെ സിറ്റി വ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കങ്ങനെ നടന്ന് കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് കണക്ക് വന്ന ലിഫ്റ്റിൽ കയറിയിട്ട് താഴോട്ട് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ടാഷ്കണ്ട് എന്താ പറയുക TV ടവർ. അപ്പോൾ ടാഷ്കണ്ട് TV ടവറൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ദിവസം കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.